സുഭാഷിതങ്ങളുടെ പുസ്തകം 28-ാം അധ്യായം 13-14 വാക്യമാണ്. സുഭാഷിതങ്ങൾ 28-ാം അധ്യായം 13-14. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല. എന്നാൽ അവ ഏറ്റുപറഞ്ഞ് പരിത്യജിച്ചാൽ, ഉപേക്ഷിച്ചാൽ അവന് കരുണ ലഭിക്കും. അതാണ് മുമ്പേ പറഞ്ഞത്. ദൈവസന്നിധിയിൽ വിശ്വസ്തയോടും നേരോടും കൂടെ നിൽക്കുന്നവനെ ദൈവം മാനിക്കും. ഈ വചനം ഓർത്തെ. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാവില്ല. ഐശ്വര്യം നമ്മൾ പറയില്ലേ, ഐശ്വര്യമുള്ളൊരു വ്യക്തി, ഐശ്വര്യമുള്ളൊരു വീട്, ഐശ്വര്യമുള്ളൊരു വണ്ടി, ഐശ്വര്യമുള്ള ഒരു ജോലി, പല കാര്യങ്ങളിൽ നാം ആ വാക്കുപയോഗിക്കാറുണ്ട്. ഐശ്വര്യം. തെറ്റുകൾ മറച്ചു വയ്ക്കരുത്. നമ്മൾ ഇന്ന് ഡെയിലി ബ്ലെസ്സിങ് കാണുമ്പോൾ നിങ്ങൾ ആ കസേരയിലിരുന്ന് നിങ്ങളുടെ ജീവിതത്തെ ഓർത്തിട്ട് നിങ്ങളുടെ കരങ്ങളെ ഹൃദയത്തോട് ചേർത്തിട്ട് പറ, കർത്താവേ, ഞാൻ അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിൽ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു. ഞാൻ പറഞ്ഞതുകൊണ്ടല്ല, ഞാൻ നിർദ്ദേശിച്ചതുകൊണ്ടല്ല. നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ പ്രചോദിപ്പിക്കുന്നെങ്കിൽ തെറ്റുകൾ ഏറ്റു പറയണം, നന്നായിട്ട് അനുദപിക്കണം. അപ്പോൾ ഐശ്വര്യം ഉണ്ടാവും. ഏത് ഐശ്വര്യമാ? സ്വർഗത്തിലെ ദൈവം നൽകുന്ന ഐശ്വര്യം ഉണ്ടാവും. വചനം പറയുക, തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവത്തില്ല. അവന് നഷ്ടപ്പെടുന്ന ഐശ്വര്യമാണ്. ഐശ്വര്യമുള്ളൊരു ഭാവി, ഐശ്വര്യമുള്ളൊരു ജീവിതം, ഐശ്വര്യമുള്ള കുടുംബം, ഐശ്വര്യമുള്ള മക്കൾ, എല്ലാം ഐശ്വര്യമുള്ളതാകണം. ഐശ്വര്യം തരുന്നത് ദൈവമാണ്. നമ്മുടെ തെറ്റുകളെക്കുറിച്ച് അനുദപിക്കുമ്പോൾ ദൈവം ജീവിതത്തിൽ തരുന്നത് ഐശ്വര്യമാണ്. ഐശ്വര്യം അത് ഏറ്റുപറയുമ്പോൾ ലഭിക്കുന്നതോ? 14-ാമത്തെ വാക്യം, 28-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. നിരന്തരം, ആണ്ടിലൊരിക്കലല്ല, എന്നും ദൈവഭക്തിയിൽ ആയിരിക്കുന്നവൻ, കഴിയുന്നവൻ അനുഗ്രഹീതനായി മാറും. നിരന്തരം ഒരാളെ ദൈവഭക്തിയിൽ ആയിരിക്കാൻ സഹായിക്കുന്നതാ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകൾ, പ്രാർത്ഥനയൊക്കെ. നിങ്ങൾ ദൈവഭക്തിയിൽ നിർത്തുകയാണ്. അതുകൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിരന്തരം ദൈവഭക്തിയിൽ നിലകൊള്ളുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും പ്രാർത്ഥിച്ച് നീ വ്യാഴാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളും വ്യക്തിപരമായി ഈ വിഷയത്തെ എല്ലാം ഓർക്കണം. ഞാനൊരു വാക്യം ഇങ്ങനെ ഓർത്തു. പൗലോസ്ലീഹ കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 8-ാം അധ്യായം 3-ാമത്തെ വാക്യവാ, ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കുന്നു എന്ന്. ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കും. രാവിലെ എഴുന്നേറ്റ് അല്ലെങ്കിൽ സമയം കണ്ടെത്തി ഈ വചനം കേൾക്കുന്ന നിങ്ങൾ സത്യസന്ധമായി ദൈവത്തെ സ്നേഹിക്കുന്നവരാ. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്നവരെ ദൈവം അംഗീകരിക്കും. അങ്ങനെ അംഗീകരിക്കുന്ന വ്യക്തികൾക്കാ ദൈവം കൊടുക്കുന്നത് കരുണയും ഐശ്വര്യവും. കരുണയും ഐശ്വര്യവും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് 14-ാമത്തെ വാക്യം, 28-ാം അധ്യായം 14-ാമത്തെ വാക്യം. നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. നിരന്തരം, ആണ്ടിലൊരിക്കലല്ല, എന്നും ദൈവഭക്തിയിൽ ആയിരിക്കുന്നവൻ, കഴിയുന്നവൻ അനുഗ്രഹീതനായി മാറും. നിരന്തരം ഒരാളെ ദൈവഭക്തിയിൽ ആയിരിക്കാൻ സഹായിക്കുന്നതാ ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷകൾ, പ്രാർത്ഥനയൊക്കെ. നിങ്ങൾ ദൈവഭക്തിയിൽ നിർത്തുകയാണ്. അതുകൊണ്ട് എന്ത് മെച്ചമാണ് ഉണ്ടാവുക? ദൈവം നിന്നെ അനുഗ്രഹിക്കാൻ തുടങ്ങും. നിരന്തരം ദൈവഭക്തിയിൽ നിലകൊള്ളുന്നവൻ അനുഗ്രഹീതനാണ്. അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളും പ്രാർത്ഥിച്ച് നീ